പ്രിയമുള്ളവരെ, ഞാനൊരു സ്കൂൾ കൗൺസിലറാണ്. വർഷങ്ങളായിട്ട് കുട്ടികൾക്ക് സ്കൂളിൽ കൗൺസിലിംഗ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ പേര് ഫാദർ മാത്യു കരിപ്പാൽ എന്നാണ്. ഞാനൊരു കപ്പൂച്ചൻ അച്ഛനാണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നത് വഴി ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങളുണ്ട്. സ്കൂളുകളിൽ കുട്ടികൾക്ക് അവരുടെ വിഷയങ്ങൾ പഠിപ്പിക്കുന്നതോടൊപ്പം സ്കൂളെന്ന് പറയുന്നത് കുട്ടികളുടെ മാനസിക ആരോഗ്യം കൂടി വർദ്ധിപ്പിക്കേണ്ട ഒരിടമാണ്. കുടുംബവും സ്കൂളും കുട്ടികളുടെ മാനസിക ആരോഗ്യത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. എന്താണ് ഈ മാനസികാരോഗ്യം എന്ന് പറഞ്ഞാൽ? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് ഇങ്ങനെയാണ്: മാനസികാരോഗ്യം എന്ന് പറഞ്ഞാൽ രോഗമില്ലാത്തൊരവസ്ഥയല്ല, ഏതെങ്കിലും മെൻ്റൽ ഡിസോർഡർ ഇല്ലാത്തൊരവസ്ഥയല്ല, മറിച്ച് ശാരീരികവും മാനസികവും സാമൂഹികവുമായ സുസ്ഥിതിയുടെ പേരാണ്, ഒരു സമഗ്രമായ സുസ്ഥിതി. അതിൻ്റെ പേരാണ് മാനസികാരോഗ്യമെന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മാനസികാരോഗ്യം വളർത്തുവാനായിട്ട് നാം എന്താണ് ചെയ്യുന്നത് എന്നൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കുഞ്ഞുങ്ങളുടെ മാനസികാരോഗ്യത്തിലുള്ള കുറവ് എങ്ങനെ അവരുടെ പഠനത്തെ ബാധിക്കുന്നു, വ്യക്തിത്വത്തെ ബാധിക്കുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. കുട്ടികൾക്ക് മാനസികാരോഗ്യം കുറവാണെങ്കിൽ അവരുടെ സ്കൂളിലുള്ള പഠന മേഖലയിൽ അവർ പുറകോട്ട് പോകുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഡിക്ലൈൻ ഇൻ സ്കൂൾ പെർഫോമൻസ്. പഠന മേഖലയിൽ ചില കുട്ടികളുണ്ട്, അവർ കഠിനമായിട്ട് അധ്വാനിക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് അതിനൊത്ത് മാർക്ക് ലഭിക്കുന്നില്ല. നന്നായിട്ട് പഠിച്ചു, പക്ഷേ പരീക്ഷയ്ക്ക് ചെല്ലുമ്പോഴത്തേനും ടെൻഷൻ കാരണം, ആങ്സൈറ്റി കാരണം മറന്നു പോകുന്നൊരവസ്ഥ വരും. വേറെ ചില കുട്ടികൾ സ്കൂളിൽ പോകാനായിട്ട് താല്പര്യം കാണിക്കാത്തൊരവസ്ഥ, അല്ലെങ്കിൽ സ്കൂളിലെ നോർമലായിട്ടുള്ള ആക്ടിവിറ്റീസിൽ പോലും ഒരു പാതി മനസ്സോടെ പങ്കെടുക്കുന്ന അവസ്ഥ. 10ാം ക്ലാസ് വരെ പഠിച്ചിട്ട് ഒരിക്കൽ പോലും സ്റ്റേജിൽ കയറാൻ അവസരം കിട്ടാത്ത, അല്ലെങ്കിൽ അവസരം കിട്ടിയിട്ടും ഉപയോഗിക്കാത്ത കുട്ടികൾ വരെ ഉണ്ട്. വേറെ ചില കുട്ടികളുണ്ട് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവായിട്ട് ഇങ്ങനെ ഓടി നടക്കുക, ഫിഡ്ജറ്റിംഗ് ഒക്കെ നടത്തുന്ന കുട്ടികളുണ്ട്. പിന്നെ രാത്രിയിൽ ഉറക്കമില്ലാതെ ഞെട്ടി എഴുന്നേക്കുന്ന കുട്ടികളൊക്കെയുണ്ട്. ഭക്ഷണം കൃത്യമായിട്ട് കഴിക്കാത്ത കുട്ടികളുണ്ട്. മാതാപിതാക്കളും ടീച്ചേഴ്സും പറയുന്ന അനുസരിക്കാത്തവർ, ആക്രമണ സ്വഭാവം കാണിക്കുന്നവർ, മറ്റുള്ളവരെ കളിയാക്കി രസിക്കുന്നവർ, അതുപോലെ തന്നെ ഫ്രീക്വൻ്റായിട്ട് ടെമ്പർ ടാൻട്രംസ്, അതായത് അവരുടെ മൂഡും അവരുടെ സ്വഭാവവും പെട്ടെന്ന് മാറുന്നു. ഇനി കുട്ടികളിലും ഡിപ്രഷൻ ഉണ്ടാകുന്നുണ്ട്. കുട്ടികൾ ഒരു ഇറിറ്റബിൾ നേച്ചർ, ഒരു ഇറിറ്റബിലിറ്റി കുട്ടികൾ എപ്പോഴും കാണിക്കുന്നത്. ഇങ്ങനെ മൊബൈലിന് വരുന്ന അഡിക്ഷൻ, ഇങ്ങനെ പല പ്രശ്നങ്ങളും കുട്ടികൾക്കുണ്ടാകുന്നുണ്ട്. ഈ ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ തിരിച്ചറിയണം കുട്ടിയുടെ മാനസികാരോഗ്യം അപകടത്തിലാണ് എന്ന്. അതിനെ കറക്റ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് നമ്മൾ എടുക്കണം.